ഹായ് ഓൾ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് സുവോളജി എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി ഫസ്റ്റ് റീകോമ്പിനന്റ് DNA തെറാപ്യൂട്ടിക് പ്രൊഡക്റ്റ് അപ്രൂവ്ഡ് ഫോർ ഹ്യൂമൻ യൂസ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ആദ്യത്തെ റീകോമ്പിനന്റ് DNA തെറാപ്യൂട്ടിക് പ്രൊഡക്റ്റ് ഹ്യൂമന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക: സൊമാറ്റോട്രോപ്പിൻ, ഹ്യൂമിലിൻ, എറിത്രോപോയിറ്റിൻ, ഇന്റർഫെറോൺ ആൽഫ. ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഹ്യൂമിലിൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഹ്യൂമിലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത് റീകോമ്പിനന്റ് ഇൻസുലിൻ ആണ്. ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ടുള്ള റീകോമ്പിനന്റ് ഇൻസുലിൻ ആണ് ഹ്യൂമിലിൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Chromosomal abnormality caused due to translocation of chromosome 9 and 22. ഇവിടെ സംഭവിക്കുന്നത് ക്രോമസോം നമ്പർ 9 and 22 അവിടെ ഒരു ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കുന്നുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന ക്രോമസോമൽ അബ്നോർമാലിറ്റി ഏതാണ്? ഓപ്ഷൻസ് നോക്കുക: ബർക്കിറ്റ് ലിംഫോമ, ഫിലാഡൽഫിയ ക്രോമസോം അഗ്ലൂട്ടിനേഷൻ, മൈലോജനസ് ക്രോമസോം. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഫിലാഡൽഫിയ ക്രോമസോം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് ഫിലാഡൽഫിയ ക്രോമസോം എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിഫോർ ട്രാൻസ്ലൊക്കേഷൻ നോക്കുക. ക്രോമസോം നമ്പർ 9 and 22. ഈ ക്രോമസോം നമ്പർ 9 and 22 അതിന്റെ ലോങ് ആമിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ നോക്കുക. ABL ഉണ്ട് ക്രോമസോം നമ്പർ 9ൽ. അതേപോലെ തന്നെ ക്രോമസോം നമ്പർ 22ൽ ദർ ഇസ് BCR. ഈ ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കുമ്പോൾ ആഫ്റ്റർ ട്രാൻസ്ലൊക്കേഷൻ നോക്കിയേ, ക്രോമസോം നമ്പർ 9 and 22 ഇൻ ബിറ്റ്വീൻ അവിടെ ട്രാൻസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ബ്ലൂ ഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ട്രാൻസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ക്രോമസോം നമ്പർ 9ലുള്ള ABLും അതേപോലെ തന്നെ BCRും അവിടെ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലെ? ഡയഗ്രാമിൽ ക്ലിയർ അല്ലേ? BCR ആൻഡ് ABL. അപ്പൊ ജീനിന്റെ പേരും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്രോമസോമിനെയാണ് ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദീസ് ഈസ് നോൺ ആസ് ഹോഴ്സ് ഷൂ worm? ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ആണ്: കീറ്റോഗ്നാത്ത, ഫൊറോണിഡ, എക്യൂറോയിഡിയെ, ബ്രാച്ചിയോപോഡ. ഇതിൽ ആനിമൽ ഡൈവേഴ്സിറ്റി ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഈ 4 എണ്ണം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന്റെ കോമൺ നെയിം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിയാൽ കീറ്റോഗ്നാത്തയാണ് ആരോ വേംസ് എന്നറിയപ്പെടുന്നത്. ഫൊറോണിഡയാണ് ഹോഴ്സ് ഷൂ വേംസ് എന്നറിയപ്പെടുന്നത്. എക്യൂറോയിഡിയ സ്പൂൺ വേംസ്, ബ്രാച്ചിയോപോഡ ലാം ഷെൽസ്. ഇതാണ് ഇതിന്റെ കോമൺ നെയിംസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം. സോ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് ഹോഴ്സ് ഷൂ വേംസ് ആണ് അല്ലെ? ചോദ്യത്തിൽ വന്നിരിക്കുന്ന ഹോഴ്സ് ഷൂ വേംസ്. അപ്പൊ അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ ബി, ഫൊറോണിഡ. അടുത്ത ചോദ്യം ഇമ്മ്യൂണോളജിയിൽ നിന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പൊസഷൻ ഓഫ് CD8 സർഫസ് മാർക്കർ? ഓപ്ഷൻസ് നോക്കുക: ഹെൽപ്പർ T ലിംഫോസൈറ്റ്, ഓപ്ഷൻ ബി റെഗുലേറ്ററി T ലിംഫോസൈറ്റ്, ഓപ്ഷൻ സി സൈറ്റോടോക്സിക് T ലിംഫോസൈറ്റ്, ദെൻ ഓപ്ഷൻ ഡി ബോത്ത് A and C. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. MHC റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ്. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, CD4 സർഫസ് മാർക്കർ ആണെങ്കിൽ അവിടെ വരുന്ന T സെൽ എന്ന് പറയുന്ന ഹെൽപ്പർ T സെൽ ആയിരിക്കും, MHC2 ആയിരിക്കും. അതേപോലെ തന്നെ സർഫസ് മാർക്കർ CD8 ആണെങ്കിൽ ദ T സെൽ വിൽ ബി സൈറ്റോടോക്സിക് T സെൽ ആൻഡ് MHC വിൽ ബി 1. ഈ 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് CD8 സർഫസ് മാർക്കർ ആണ്. CD8 സർഫസ് മാർക്കർ ആണെങ്കിൽ അവിടെ സൈറ്റോടോക്സിക് T സെല്ലാണ് വരുന്നത്. നമുക്ക് ഉത്തരം കിട്ടിയ ഓപ്ഷൻ സി, സൈറ്റോടോക്സിക് T ലിംഫോസൈറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്നാണ്. ദ ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രുലേഷൻ ഇൻ വിച്ച് ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൺ സെല്ലുലാർ ഷീറ്റ് ഇൻടു 2 ഈസ് കോൾഡ്? ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രുലയിൽ വരുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്താ? സ്പ്ലിറ്റിംഗ് ഓഫ് വൺ സെല്ലുലാർ ഷീറ്റ് ഇൻടു 2. അതേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: ഇൻവാജിനേഷൻ, ഇൻഗ്രഷൻ, ഡീലാമിനേഷൻ, എപ്പിബോളി. അപ്പം അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയഗ്രാംസ് എല്ലാം ഉണ്ട്. ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വൺ സെല്ലുലാർ ഷീറ്റ് ഇൻടു 2 അതേതാണെന്ന് നോക്കിയേ. സ്പ്ലിറ്റിംഗ് ഓഫ് വൺ ഷീറ്റ് ഇൻടു 2. അപ്പം അതിൻ്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ഡീലാമിനേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രുല. The next question is regarding the glucose transporters. ചോദ്യം: with respect to the transport of glucose across cell membrane, which of the following is true?
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, glucose transporter 1 is involved in transport across erythrocyte membrane. Second one, glucose transporter 2 is involved in transport across membrane of intestinal cells and liver cell. Next one, glucose transporter 3 is involved in transport across neuronal membrane, while glucose transporter 4 is involved in transport across striated muscle membrane. ഇവിടെ കൃത്യമായിട്ട് നോക്കുക, ഓരോ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഏത് മെംബ്രെയിനിലാണ് ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ 1 എറിത്രോസൈറ്റ് പറഞ്ഞിട്ടുണ്ട്, 2 ആണെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ സെൽ ആൻഡ് ലിവർ സെൽ, 3 ആണെങ്കിൽ ന്യൂറോണൽ മെംബ്രെയിൻ, 4 ആണെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ മെംബ്രെയിൻ. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 1, 2 and 3 are true. Question, which of the following statements accurately describes the mechanism of proofreading during DNA replication in E. coli? First option നോക്കാം. DNA polymerase 1 utilizes 5' to 3' exonuclease activity to remove incompletely paired nucleotide. The next one, DNA polymerase 3 utilizes its 3', 5' exonuclease activity to excise misincorporated bases. The next one, primase synthesizes an RNA primer only after removing incorrect nucleotide. The next one, the sliding clamp poses and hydrolyzes this mismatched base. ഇവിടെ ശരി ഉത്തരം എന്താ? റോങ് ആയിട്ടുള്ള ബേസസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു മിസ്ഇൻകോപ്പറേറ്റഡ് ബേസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതായിരിക്കും? ഇത് തന്നിരിക്കുന്നതിൽ ശരി ഉത്തരം DNA പോളിമറൈസ് 3യിൽ വരുന്ന 3', 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി അല്ലെ. 3', 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണെങ്കിൽ മാത്രമാണ് മിസ്ഇൻകോപ്പറേറ്റഡ് ബേസസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ഫ്രം ദ 3' എൻഡ് അല്ല. എപ്പോഴും പോളിമറൈസേഷൻ സംഭവിക്കുന്നത് 5' to 3' ആണ്. സോ 3' എൻഡിൽ എന്തെങ്കിലും മിസ്ഇൻകോപ്പറേറ്റഡ് ആയിട്ടുള്ള ബേസസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നത് ഏതാണ്? എക്സോന്യൂക്ലിയസ് ആണ്. ഏത് എക്സോന്യൂക്ലിയസ് ആണ്? തീർച്ചയായിട്ടും അത് 3' to 5' എക്സോന്യൂക്ലിയസ് ആയിരിക്കും. അതുള്ള DNA പോളിമറൈസ് പോളിമറൈസ് 3 അല്ല. ഓപ്ഷൻ എയിൽ വന്നിരിക്കുന്ന DNA പോൾ 1 കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ തന്നിരിക്കുന്ന എക്സോന്യൂക്ലിയസ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏതാ? 5', 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ അത് കറക്റ്റ് അല്ല. ബിക്കോസ് അത് 5', 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണെങ്കിൽ അത് പ്രൈമറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോഫിസിക്സിൽ നിന്നാണ്. ബയോഫിസിക്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസിൽ തന്നെ STS പേജ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കെമിക്കൽ റിയേജന്റ് ഇസ് യൂസ്ഡ് ഇൻ റെഡ്യൂസിങ് STS പേജ് ടു ബ്രേക്ക് ഡൈസൾഫൈഡ് ബോണ്ട് വിത്തിൻ പ്രോട്ടീൻ. STS പേജിൽ പ്രോട്ടീൻസിലുള്ള ഡൈസൾഫൈഡ് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയേജന്റ് ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, കൂമാസി ബ്രില്യൻ ബ്ലൂ. സെക്കൻഡ് ഓപ്ഷൻ ബീറ്റ മെർകാപ്റ്റോ എത്തനോൾ. ഓപ്ഷൻ സി അമോണിയം പെർസൾഫേറ്റ്. ഓപ്ഷൻ ഡി സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ്. ഇവിടെ ഡൈസൾഫൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയേജന്റ് അത് ബീറ്റ മെർകാപ്റ്റോ എത്തനോൾ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.